ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരികയാണ്. കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിന് സമീപം അപകടത്തിൽപ്പെട്ട വാൻഹായി കപ്പലിൽ തീ പടരുകയാണ്. ഇപ്പോഴും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡി ബിനോയ് പുതിയ വിവരങ്ങളും പുതിയ ദൃശ്യങ്ങളുമായി ചേരുന്നു. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ, ഡി ബിനോയ്? കോസ്റ്റ് ഗാർഡിൽ നിന്ന് ലഭിച്ച പുതിയ ദൃശ്യങ്ങളാണ് ഇത്. കപ്പൽ നിയന്ത്രണം വിട്ട് കടലിൽ ഒഴുകി നടക്കുന്നു. ഒപ്പം വലിയ തരത്തിൽ കപ്പലിലേക്ക് തീ പടരുന്നതും നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കപ്പലിൽ നിന്നും ഈ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുകയാണ്. ഏകദേശം കിലോ വളരെ ദൂരെയായിട്ടാണ് ഇപ്പോൾ ഈ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ സ്ഥിതി ചെയ്യുന്നത്. അവർക്ക് വെള്ളമടിച്ച് തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലത്തേക്ക് ദൂരത്തേക്ക് എത്താൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം. അത്ര വലിയ തരത്തിൽ തീ പടർന്നു പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് ഈ കോസ്റ്റ് ഗാർഡിന്റെ ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ തീ പടരാൻ തുടങ്ങിയതോടെ തന്നെ ഈ തീ അണയ്ക്കൽ നിന്നും കോസ്റ്റ് ഗാർഡ് തൽക്കാലം പിന്മാറി നിൽക്കുകയാണ്. കാരണം ഈ കപ്പലിന്റെ ഉള്ളിൽ നിന്നും പൊട്ടിത്തെറിയുടെ ശബ്ദങ്ങൾ കൂടി കേൾക്കുന്നുണ്ട്. ഇത് ഒരു പക്ഷേ ഇതിന്റെ സമീപത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും അപകടം കപ്പലിനുണ്ടാകുമോ, അത്തരത്തിലുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കോസ്റ്റ് ഗാർഡ് തന്നെ അവരുടെ ഡോണിയർ വിമാനത്തിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിൽ തീയും പുകയും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തീ അണയ്ക്കൽ ഇപ്പോൾ വളരെ ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് മംഗലാപുരം തീരത്തിന് സമീപത്തേക്ക് INS സൂറത്ത് എന്ന കപ്പൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ആ കപ്പലിനുള്ളിലാണ് ഈ 18 കപ്പൽ ജീവനക്കാരുമുള്ളത്. അതിൽ ഒരാളാണ് അതീവ ഗുരുതരമായി പരിക്കേറ്റുള്ളത്. ഇയാൾ എത്രയും വേഗം ഹെലികോപ്റ്ററിൽ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കപ്പൽ അപകടം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലേക്ക് മാറുന്നു. വളരെ തീ അണയ്ക്കൽ ദുഷ്കരമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം കടലിനുള്ളിൽ തന്നെ വലിയ തരത്തിൽ കപ്പൽ നിയന്ത്രണം വിട്ട് ഒരു അഗ്നിഗോളമായി ഒഴുകി നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ഇവർ കോസ്റ്റ് ഗാർഡ് ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. MS, ഇത് ഏറ്റവും അടുത്തുള്ളതും ഏറ്റവും വ്യക്തത നിറഞ്ഞതുമായ ഈ ദുരന്തത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡി ബിനോയ്, ഈ ദൃശ്യങ്ങൾ ഏറ്റവും അടുത്ത് നിന്ന് കാണുമ്പോൾ കപ്പലിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും സുരക്ഷിതമായിട്ടുള്ള നിലയിൽ തന്നെ കാണപ്പെടുന്നു. കണ്ടെയ്നറുകളിൽ തീ പിടിച്ച ഭാഗത്താണ് തീ ആളിപ്പടരുന്നത്. പക്ഷേ ആ കണ്ടെയ്നറുകളിൽ നിന്ന് പടർന്ന തീ കപ്പലിലേക്ക് കൂടി പ്രവേശിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അത് പടർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അതായത് കപ്പലിൻ്റെ അടിത്തട്ട് മുഴുവനും കത്തുന്നു എന്നുള്ള നിലയിലേക്ക് തോന്നുന്ന രീതിയിലാണ്. നമ്മൾക്ക് ഇവിടെ നിന്ന് പറയാനേ അത് കഴിയുകയുള്ളൂ. അവർക്ക് പോലും അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ മറ്റൊരു കോണിൽ നിന്നുള്ള ദൃശ്യം കാണുമ്പോൾ അവിടെ കപ്പലിന് യാതൊരു തരത്തിലുള്ള കേടുപാടും സംഭവിച്ചിട്ടില്ല. അപ്പോൾ കപ്പലിൻ്റെ ഓട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നല്ല, മറിച്ച് ഈ കണ്ടെയ്നറുകൾക്കകത്ത് തന്നെ എന്തോ ഒരു അപകടം സംഭവിച്ചിട്ട് തീ ആളിപ്പടർന്ന് അത് മറ്റ് കണ്ടെയ്നറുകളിലേക്ക് പടരുന്ന രീതിയിലേക്ക് മാറി എന്ന് വേണം കരുതാൻ എന്നാണ് ഇവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്. അത് എത്രത്തോളം ഉചിതമാണ് എന്നറിയില്ല, ഡി ബിനോയ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. രാവിലെ നമ്മൾ കണ്ടെയ്നറുകളിൽ അഗ്നി പടരുന്നതാണ് നമ്മൾ കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ തീ കണ്ടെയ്നറുകളിൽ നിന്നും പുറത്തേക്ക് വലിയ തരത്തിൽ വ്യാപിക്കുന്നു. ഒപ്പം വലിയ പുകപടലങ്ങളും പടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് അവിടെ ഒരു നിരീക്ഷണം നടത്താൻ കഴിയാത്ത, ഡോണിയർ വിമാനങ്ങൾക്ക് നിരീക്ഷണം ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ട് തന്നെ വളരെ ദൂരെ നിന്നാണ് ഈ ദൃശ്യങ്ങൾ അവർ പകർത്തിയിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് കപ്പലിന്റെ മധ്യഭാഗത്ത് ഉള്ളിലേക്ക് തീ പടരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതേസമയം ഇത് എത്ര കണ്ട് ദുഷ്കരമാകും ഇത് കപ്പലിന്റെ അടുത്തേക്ക് പോവുക എന്നുള്ളത് ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞത് ഇത്രയും വൈകുന്ന ഒരു വേളയിൽ ഒരു പക്ഷേ ഇതിനകത്തുനിന്ന് വലിയ തരത്തിലുള്ള ഇതിനകത്ത് രാസവസ്തുക്കൾ വളരെ അധികമുണ്ട്. അപ്പോൾ ഏത് തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത വരാത്ത സാഹചര്യത്തിൽ നിലവിൽ തീ അണയ്ക്കുക എന്നുള്ളത് അസാധ്യമാണ്. കാരണം കപ്പൽ നിയന്ത്രണം വിട്ട്, അതായത് ഇടാൻ കഴിയാതെ നിയന്ത്രണം വിട്ട് കറങ്ങി നടക്കുന്ന ഒരവസ്ഥ, ഓളങ്ങളിൽ കറങ്ങി നടക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ കപ്പലിന്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. അത് നിരീക്ഷിക്കുക എന്നുള്ളതാണ്. ഒപ്പം കപ്പൽ ചാനൽ വഴി മറ്റ് സ്ഥലങ്ങളിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന കപ്പലുകളെ വഴിതിരിച്ചു വിടുകയും പല സ്ഥലങ്ങളിലായി ഇടിപ്പിക്കുന്ന ജോലികളും പുരോഗമിച്ചു വരികയാണ്. ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്തിരിക്കുന്ന രാസവസ്തുക്കൾ കടലിൽ കലരുമോ, അതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കാര്യങ്ങളൊക്കെ നാളെ മാത്രമേ അറിയുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ ഇത് 6 മണിക്ക് നമുക്ക് കിട്ടിയ ദൃശ്യങ്ങളാണ്. 6 മണിക്ക് മുമ്പ് അവർ പറഞ്ഞിരുന്നത് ഒരു 5 കപ്പലുകൾ, അതായത്
തീരരക്ഷാസേനയുടെ 5 കപ്പലുകൾ ഈ സമീപത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തീ അണയ്ക്കുന്നതിന് വേണ്ടി നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് അവരുടെ PRO വിഭാഗം നമുക്ക് നൽകിയിരിക്കുന്നത് കപ്പലിനടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല, അത്തരത്തിൽ ദുഷ്കരമായിരിക്കുന്നു, തീ വലിയ തരത്തിൽ ആളിപ്പടരുന്നു, ഒപ്പം പൊട്ടിത്തെറി ശബ്ദങ്ങൾ പുറത്തേക്ക് കേൾക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത് വലിയ തരത്തിൽ കപ്പലിന്റെ ഉള്ളിലും ഈ കണ്ടെയ്നറുകളിലേക്കും തീ പടരുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം മറ്റു കുറെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കുറെ ഫോട്ടോകൾ കൂടി കിട്ടിയിരുന്നു. അതായത് ഈ കപ്പലിൽ നിന്നും രക്ഷപ്പെടുന്ന ജീവനക്കാരുടെ ചിത്രങ്ങൾ കൂടിയായിരുന്നു. ഇവരുമായിട്ടുള്ള INS സൂറത്ത് എന്ന് പറയുന്ന കപ്പൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഏകദേശം അവർ പറയുന്നത് 9:30 മണിയോടുകൂടി തന്നെ തീരത്തെത്താൻ കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മുഴുവൻ ആളുകളെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയുണ്ട്. വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ മംഗലാപുരം പോർട്ടിൽ ക്രമീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്.